സുരേഷ് ഗോപിയുടെ സിനിമകൾ പോലെ തന്നെ സസ്പെൻസും ത്രില്ലടിപ്പിച്ചും ജനങ്ങളെ ആകാംക്ഷയിൽ നിർത്തിയുമാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിസഭാ ചുമതലയേൽക്കലും മുന്നോട്ടു പോയത്. ഓരോ നിമിഷവും വഴിത്തിരിവുകളായിരുന്നു. ഒരു ദിവസം മന്ത്രിയാകാനില്ല എന്ന് പറയുന്നു, പിറ്റേ ദിവസം ഡൽഹിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഉടൻ മോദിയുടെ വിളി വരുന്നു, ഡൽഹിക്ക് പറക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വീണ്ടും സുരേഷ് ഗോപിയുടെ മനസ്സ് മാറുന്നു. സഹമന്ത്രി സ്ഥാനമാണ് തനിക്ക് ലഭിച്ചത് എന്നറിയുന്നതോടെയാണ് സുരേഷ് ഗോപിയുടെ മാറ്റം എന്നൊക്കെ ആരോപണങ്ങൾ ഉയരുന്നു. സിനിമ അഭിനയിച്ചു തീർക്കാതെ രക്ഷയില്ലെന്ന് പ്രധാനമന്ത്രിയെ വരെ അറിയിക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ രാജിവെക്കുമെന്ന വരെ അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. പിന്നെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവും സിനിമാ തിരക്കുകളുടെ പേര് പറഞ്ഞ് സുരേഷ് ഗോപി വേണ്ടെന്ന് വെച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. MP ആയി ഇരുന്നാൽ എല്ലാ വകുപ്പിലും ഇടപെടാമെന്നുമൊക്കെയുള്ള ഡയലോഗുകൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയുന്നത് നമ്മളും കേട്ടിട്ടുള്ളതാണ്. ഇത്രയൊക്കെ ആയിട്ടും സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ BJP കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്നതാണ് പ്രധാന കാര്യം. വീണ്ടും ട്വിസ്റ്റ് വരുന്നു. മോദി ഇടപെടുന്നു. ഏറ്റെടുത്ത സിനിമകൾ അഭിനയിക്കാനുള്ള അനുമതി സുരേഷ് ഗോപിക്ക് നൽകുന്നു. 2 വർഷത്തിനുള്ളിൽ ഈ ഏറ്റെടുത്ത സിനിമകളൊക്കെ തീർക്കാനാണ് മോദിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും മുൻപ് സിനിമകൾ തീർത്താൽ ക്യാബിനറ്റ് പദവിയിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് BJPക്ക് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്ര നേതൃത്വം ഈ നീക്കം നടത്തുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഒരു തീരുമാനമാകുന്നതോടെ സുരേഷ് ഗോപിക്ക് ലഭിച്ച വകുപ്പിന്റെ ക്യാബിനറ്റ് മന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സിനിമ സംബന്ധിച്ച വിഷയം ഉന്നയിക്കുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി നാളെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നും തുടർന്ന് തൃശ്ശൂരിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്തേക്ക് പോകുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇതെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് വിട്ട ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നത് ആശിച്ചിരിക്കുന്നവരാണ് അവർ. എന്തായാലും വോട്ട് ചെയ്തവരെ നിരാശപ്പെടുത്താത്ത തീരുമാനം സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സുരേഷ് ഗോപി ഏറ്റെടുത്ത സിനിമ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ, ഗോകുലം മൂവീസിന്റെ 100 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഒരു ശ്രീ പത്മനാഭ സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ, ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന 2 സിനിമകൾ എന്നിവയാണ് നിലവിൽ സുരേഷ് ഗോപി ധാരണയിലെത്തിയിരിക്കുന്ന പ്രൊജക്റ്റുകൾ. ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ ആയതുകൊണ്ടാണ് സുരേഷ് ഗോപി മാറി നിന്നാൽ തന്നെ അവർക്ക് വളരെ നഷ്ടമുണ്ടാകും, വൻ നഷ്ടമുണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലെത്തിയത് എന്നും അറിയാൻ കഴിയുന്നു. ഇതുമാത്രമല്ല, കേന്ദ്രമന്ത്രിയായാൽ സിനിമ അഭിനയിക്കാൻ പറ്റില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ക്യാബിനറ്റ് മന്ത്രിമാർ സിനിമയിൽ അഭിനയിക്കരുതെന്നോ നിലവിലുള്ള ജോലി ചെയ്യരുതെന്നോ ഒരു ചട്ടം ഇല്ല എന്നതാണ് വാസ്തവം. വകുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ളതിനാൽ സമാന്തര ജോലികൾ ചെയ്യാൻ സമയം ലഭിക്കില്ല എന്നത് മാത്രം. അതിന് സമയം ലഭിക്കാൻ സാധ്യതയില്ല എന്നതാണ് ഇവിടെ വരുന്ന പ്രശ്നം. നേരത്തെ പ്രമുഖ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ മന്ത്രി പദവി വഹിച്ചപ്പോൾ ജോലി താൽക്കാലികമായി ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സഹമന്ത്രിമാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളില്ലാത്തതിനാൽ ആവശ്യമെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുന്നതിന് തടസ്സമില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും സുരേഷ് ഗോപി മന്ത്രിയായി കാണണമെന്ന് തന്നെയാണ് തൃശ്ശൂർക്കാരുടെ ആഗ്രഹം.